ഈ ബീഫ് കറി നല്ല ചൂട് പൊറോട്ടയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കണം. ആഹാ അന്തസ്. മെമ്പറെ നല്ല മണമാണല്ലോ. ആ എടാ കൊച്ചാപ്പി, നീയോ? നീ എന്നാ ബീഫിന്റെ മണം പിടിച്ചിങ്ങ് പോകുന്നതാണോ? വാടാ, ഇച്ചിരി ബീഫ് കഴിക്കുന്നോ? ഇന്നെന്താ ഇവിടെ വിശേഷം? ഓ, നമുക്കൊക്കെ ഇത്തിരി ബീഫ് കഴിക്കണേ വല്ല വിശേഷവും വേണം. കഴിക്കാൻ തോന്നുമ്പോ അങ്ങ് കഴിക്കും, അത്ര തന്നെ. വാടാ കയറി വാ. ആ നല്ല മണം മെമ്പറെ. പൊറോട്ട ഇല്ലേ? പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. എന്തായാലും ഞാൻ കറക്റ്റ് സമയത്താണ് വന്നത്. അല്ല, പറഞ്ഞ പോലെ നീ എന്തിനാ ഇപ്പൊ വന്നത്? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. ഞാൻ ഈ ബീഫ് കണ്ടപ്പോൾ അതിന്റെ കാര്യം മറന്നുപോയതാ. മെമ്പറെ, ഈ പോക്ക് പോവാണെങ്കിൽ നിയമസഭാ സീറ്റ് പോക്കാം. ഒന്നും കുഴപ്പമില്ല. അയ്യോ, അതെങ്ങനെ ശരിയാവും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതങ്ങനെ ശരിയാവും. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? അല്ല, നമ്മുടെ പാർട്ടിയിൽ അകത്തും പുറത്തും മൊത്തം ചാരന്മാരാണല്ലോ. അപ്പൊ ആ വഴി അറിഞ്ഞതാ. ആരെയാ നിർത്തുന്നെന്ന് വല്ല ഊഹമുണ്ടോ? അതാണ് ടെസ്റ്റ്. MDUവിൽ നിന്നും മല്ലിക ടീച്ചറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്താനാണ് പ്ലാൻ. അതെങ്ങനെ ശരിയാകും? പാർട്ടിയിൽ ഇത്രയും നല്ല യോഗ്യതയുള്ള മത്സരിക്കാൻ അവകാശമുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാനുള്ളപ്പോ എന്തിനാ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നത്? അത് എതിർ പാർട്ടിന്ന് തന്നെയല്ല, എന്നെക്കാൾ എന്ത് യോഗ്യത അവർക്ക് മത്സരിക്കാനായിട്ടുള്ളത്? മെമ്പർ വെറും ഒരു മെമ്പറാണ്. പക്ഷെ മല്ലിക ടീച്ചർ അങ്ങനെയല്ല. എന്നാ യോഗ്യത അവിടെ നിൽക്കട്ടെ, യോഗ്യത മാറ്റി നിർത്ത്. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ ഞാൻ. ആ പരിഗണനയെങ്കിലും എനിക്ക് ഈ പാർട്ടിക്കാർ തരാൻ പാടില്ലായിരുന്നു. സോ ക്രൂവൽ. മെമ്പറെ, നമുക്കങ്ങ് പാർട്ടി മാറിയാലോ? എന്റെ വായിരിക്കുന്ന വല്ല കേൾക്കുമല്ലോ. ഇനിയിപ്പൊ എന്തോ ചെയ്യും? മെമ്പറെ, എന്തായാലും വഴിയുണ്ടോടാ? ബീഫ് തണുത്തു, പൊറോട്ട വന്നിരുന്നെങ്കിൽ നമുക്കതൊന്ന് തട്ടായിരുന്നു. ആശാനെ, ക്ലീഷേ പൊളിഞ്ഞല്ലോ. സെയിം കോസ്റ്റ്യൂം. എന്താടാ ആശാനെ, പണിപ്പാളിയല്ലോ. എന്താ പറ്റിയ? ആശാനെ, മല്ലിക ടീച്ചർ KDUവിലേക്ക് പോവാന്ന്. നിന്നോട് ആരാ പറഞ്ഞത്? ആശാൻ ഒഴികെ ബാക്കി എല്ലാവരും അറിഞ്ഞു, ഇനി ആശാൻ മാത്രമേ അറിയാത്തുള്ളൂ. ഇങ്ങനെ പോവാനായിട്ട് എന്താണ് കാരണം? എന്താ വല്ല ഐഡിയ ഉണ്ടാ? അവര് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. മല്ലിക ടീച്ചറെ പോലെ ഒരു ജനപ്രീതിയുള്ള ഒരു നേതാവിനെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ലാഭമായില്ലേ? എടാ ദാസ, അത് നമുക്ക് ലാഭമായില്ലേ? അതെങ്ങനെ? എടാ, മല്ലിക ടീച്ചറെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആരുടെ സീറ്റാ പോവുക? അതാരുടെയാ? മെമ്പർ ദേവകിയുടെ. അതല്ലേ നമ്മളും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അടിയല്ല ആശാനെ. അടി തന്നെയാണ്, പക്ഷെ അതിലും വലിയ അടിയല്ലേടാ നമ്മുടെ കൊടുത്തേക്കണേ ഇപ്പൊ. പക്ഷെ ആശാനെ, മല്ലിക ടീച്ചറായിട്ട് അടുത്തുനിന്ന് നമുക്ക് മത്സരിക്കേണ്ടി വരില്ല ആശാനെ. എടാ, രാഷ്ട്രീയത്തിലായാണ്ടല്ല നാളെ എന്താ നടക്കണമെന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ എനിക്ക് നിന്റെ അഗേൻസ്റ്റ് മത്സരിക്കേണ്ടി വന്നാലോ? അതൊരു ആശാൻ ഉണ്ടാവും ആശാനെ. അല്ല, രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. എടാ, നീയൊക്കെ എന്താ വിചാരിച്ച? നീ ജനിച്ച പോലെ ആശുപത്രിയിലും ലേബർ റൂമിലും ഒന്നും അല്ലേ വാസുദേവൻ ജനിച്ചത്? അറിയോ? ഞാൻ പാർട്ടി ഓഫീസിൽ കൊടി കിടന്നിട്ടാണ് എൻ്റെ അച്ഛനും അമ്മ എന്നെ പൊയിഞ്ഞെടുത്തോണ്ട് പോയത്. അറിയോ? അതുകൊണ്ട് എൻ്റെ മരണം ഇനി ഉണ്ടെങ്കിൽ പാർട്ടി ഓഫീസിൻ്റെ അകത്ത് കിടന്നതായിരിക്കൂ, പാർട്ടിയുടെ കൊടിയിലായിരിക്കും എൻ്റെ മരണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതേതായാലും അടുത്തെങ്ങും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ആശാനെ. ആലോചിച്ചിട്ട് വല്ലതും കിട്ടിയോടാ? മെമ്പറെ, ഈ ബീഫിൽ തേങ്ങാക്കൊത്തിന്റെ അതിപ്രസരമുണ്ട്, അത് ഇച്ചിരി കുറയ്ക്കാൻ പാടും. നീ ഇവിടെ തേങ്ങാക്കൊത്ത് നോക്കിക്കൊണ്ടിരുന്നോ? ഇവിടെ ബാക്കിയുള്ളവന്റെ സീറ്റ് ഓരോരുത്തർ കൊത്തിക്കൊണ്ട് പോവുക. അവന്റെ ഒരു തേങ്ങാക്കൊത്ത്. മെമ്പറെ, ഞാനിങ്ങനെ ഗഗനമായിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ? നമുക്ക് ഈ പാർട്ടിയിൽ മൊത്തം ശത്രുക്കളാണ്. ഓ, അതിപ്പോ പാർട്ടിയിൽ മാത്രമല്ല, വീട്ടിലും നാട്ടിലും ഒക്കെ ശത്രുക്കള് തന്നെ. ഞാൻ ഏതായാലും ആ സീറ്റ് പോയ മെമ്പറെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടാ. എന്നാ ഞാൻ കൂടി ഇപ്പൊ അവരുടെ മൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ. ഞാൻ പോയി ആദ്യം ഒന്ന് മീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. അഭിവാദ്യങ്ങൾ ആശാൻ. അതിനിപ്പോ ഒരു പരിഹാരം എന്താന്ന് വെച്ചാ, എന്താ? നമ്മൾ ഇവന്മാരെല്ലാം സഹിച്ചേ പറ്റൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു പരിഹാരവും എനിക്ക് തോന്നുന്നില്ല. ഓ, വായിരിക്കുന്ന ഓരോ കേക്കും കേട്ടോ. അല്ലാണ്ട് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തോ ചെയ്യാൻ പറ്റും? ഇവന്മാരെയൊക്കെ കൊല്ലാൻ പറ്റും? ആ കൊല്ലു, വേണ്ടി വന്നാ ഞാൻ കൊല്ലു. കൊല്ലു? ആ കൊല്ലു, അവരെ അല്ല നിന്നെ. അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെടും. വന്നല്ലേ. സീറ്റ് പോയതിന്റെ ചർച്ചയാണാ? നിങ്ങളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വരാനായിട്ട് എനിക്ക് ആരുടെ ക്ഷണമൊന്നും ആവശ്യമൊന്നുമില്ല. അതെ, ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ ഒരു പാർട്ടിയുടെ ചർച്ച നടക്കുക.
പുറത്ത് ഒരു പാർട്ടിക്കാരൻ വന്ന് ഞങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പാർട്ടിയുടെ ചർച്ചയൊക്കെ വീടിന്റെ പുറത്ത് നടത്താൽ മതി. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? വിട് മെമ്പറെ, നമുക്ക് നമ്മുടെ പാർട്ടി ഓഫീസിലോട്ട് പോവാം. എന്ത് പാർട്ടി ഓഫീസ്? പാർട്ടി ഓഫീസിലൊന്നും നിങ്ങളൊന്നും കേട്ടില്ല, അത് മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യുക, ചർച്ച നടത്താനല്ലേ, അത് ഇവിടെ ഇരുന്ന് നടത്തിക്കുക. വലിയ പ്രയോജനമില്ലാത്ത ചർച്ചയല്ലേ, എന്റെ ദയായിട്ട് അങ്ങോട്ട് കൂട്ടിക്കോ. നീ കണ്ടില്ലടാ കൊച്ചാപ്പി, ഏത് നേരം ഇത് ഞാൻ എന്നെ കളിയാക്കിട്ട് പോവുക. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. എന്റെ ദേവി, ഞാനൊരു ശത്രു സംഹാര പൂജ നടത്തിയേക്കാവേ. എന്റെ ശത്രുക്കളെ മുഴുവനും നാശമാക്കി തരണേ. ഐഡിയ, എന്ത് ശത്രു സംഹാര പൂജ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മെമ്പറെ, നമുക്കൊരു ശത്രു സംഹാര പൂജ അങ്ങ് നടത്തിക്കളയാം. നമ്മുടെ ദിവാകരൻ നേതാവില്ലേ, കഴിഞ്ഞ തവണ ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് അയാളെ വീട്ടിൽ ആരും അറിയാതെ എന്തൊക്കെയോ പൂജകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം നമുക്ക് ഇവിടെ അങ്ങ് കാച്ചാം. ഇതൊക്കെ ഏക്കോ? പിന്നെ ഉറപ്പല്ലേ? നീ ചെറുക്ക, നിരീശ്വരവാദിയായ ഒരു പാർട്ടി നേതാവിന്റെ വീടാ ഇത്. കുഴപ്പം വല്ലതും ഉണ്ടാവോ? ഏയ്, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റി. അതിനകത്ത് ഒരു തന്ത്രിയെ കണ്ടുപിടിക്കണം. എന്റെ പൊന്നു കൊച്ചാപ്പി, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒട്ടും ഒപ്പിച്ചുമൊക്കെ ഇച്ചിരി സ്വർണ്ണമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അടിച്ചോണ്ട് പോകാത്ത ഒരു നല്ല തന്ത്രിനെ നീ കണ്ടോണ്ട് വരണം. ഉണ്ട്, അങ്ങനെ ഒരു തന്ത്രി കിട്ടും. ആര്? മാരാരി തന്ത്രി. ആരാര് തന്ത്രി? താനാരാടോ? ഞാൻ കുമാരൻ, കൊച്ചാപ്പി കുമാരൻ, ADUവിന്റെ അതിശക്തനായ നേതാവും പിന്നെ മെമ്പർ ദേവകിയുടെ PA ആണ്. എനിക്ക് കണ്ണ് കാണില്ലേ? കാണാം, നല്ലപോലെ കാണാമല്ലോ. എടോ, അവിടെ ഒരു ഫോൺ വെച്ചിരിക്കുന്നത് താങ്കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതേ ഞാൻ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫ്രെയിമാ. താൻ അതിന്റെ മുമ്പിലാണ് കയറിയിരിക്കുന്നത്. മാറി നിൽക്കടോ അവിടുന്ന്. സോറി കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഷൂട്ട് ചെയ്ത് തരാം. ഒന്നും വേണ്ട, ഇങ്ങോട്ട് വന്നോളൂ. താൻ എന്തിനാ വന്നേ? ഞാൻ മെമ്പർ ദേവകി പറഞ്ഞിട്ട് വന്നതാണ്. ഏതാ ഈ മെമ്പർ ദേവകി? അയ്യോ, മെമ്പർ ദേവകി അറിയത്തില്ലേ? ഇല്ല. പാലാറ്റിൻകര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ സ്വന്തം ഭർത്താവിനെ 10 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് വിജയിച്ച നമ്മുടെ ദേവകി, മെമ്പർ ദേവകി. ഓ, നമ്മുടെ ഇൻഫ്ലുവൻസർ റാണി ദേവകിയുടെ അമ്മ. അതെ 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 അതെ, മെമ്പറുടെ മോളാണ് ഈ റാണി ദേവകി. അതെ, ഈ മെമ്പർക്ക് എന്നെ കൊണ്ട് എന്താ ആവശ്യം? ആരോടും പറയണ്ട, ഒരു ചെറിയ ശത്രു സംഹാര പൂജ നടത്തണം. ഈ മെമ്പർക്കും ശത്രുക്കളോ? പിന്നെ രാഷ്ട്രീയമല്ലേ, അവിടെ പ്രധാനമന്ത്രി എന്നോ വാർഡ് മെമ്പറെന്നോ ഒന്നുമില്ല, എല്ലാ ശത്രുക്കളാണ്. എടോ, ഈ വാസുദേവൻ മെമ്പറുടെ ഭർത്താവ് കിഴങ്ങന? അതല്ലടോ, അവർ മറ്റേ പാർട്ടി ആകുമ്പോഴത്തേക്കും. ഓ, ഇതുമായിട്ട് ചെറിയ ഒരു പ്രശ്നവും ഇല്ല. ആ വീട്ടില് വാർഡ് മെമ്പറിന്റെ വാക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത്? അങ്ങനെയാണെങ്കിൽ പോയേക്കാം. അല്ല, വേറെ കാര്യമുണ്ട്. ഈ മെമ്പർ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോവാം, എൻ്റെ വണ്ടിയുണ്ട്, അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സാധന സാമഗ്രികളൊക്കെ ഒന്ന് എടുക്കട്ടെ. ആയിക്കോട്ടെ. നല്ല ഐശ്വര്യമുള്ള തന്ത്രി മെമ്പറാണല്ലോ. ഹലോ മെമ്പറേ. എടാ കൊച്ചാപ്പി, നമ്മുടെ വാർഡിലെ ഒരു വോട്ടർക്ക് കഴിഞ്ഞ ആഴ്ച ഒരു സർജറി ഉണ്ടായിരുന്നു. നീ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ മെമ്പറേ? പറഞ്ഞോ. കേക്ക്. അപ്പോ അവരുടെ വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയെന്ന്. ഞാൻ അവിടം വരെ ഒന്ന് പോവുക. നീയേ പൂജയുടെ കാര്യമൊക്കെ ഒന്ന് നോക്കി നടത്തിയേക്കണേ. പൂജയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ മെമ്പറേ, ആ കത്രിക വയറ്റിൽ കുടുങ്ങിയതിന്റെ കേസില്ലേ, അത് വേണമെങ്കിൽ ആ എതിർ പാർട്ടിയുടെ തലയിൽ വെച്ച് വെച്ചു കൊടുത്തോ. ആ ക്രെഡിറ്റ് അവർക്ക് ഇരിക്കട്ട്, നമുക്കൊരു ചെറിയ മൈലേജും ആവും. ഓ, അത് നമുക്ക് ആലോചിക്കാടാ. ശരി മെമ്പറേ. മെമ്പറേ, പിന്നെ ഒരു കാര്യം, മറ്റേ ആ പൂജയുടെ ക്യാഷ് അത് നീ തന്നെ ഒന്ന് നോക്കിക്കോടാ. ഓ ശരി മെമ്പറേ. അതും എൻ്റെ കയ്യിൽ നിന്നായി.